രാമായണ മാസത്തിൽ തിരുവല്ല നീരണത്തെ ക്ഷേത്രങ്ങളിലും വീടുകളിലും ഉയരുന്നത് കണ്ണശ രാമായണത്തിന്റെ ശീലുകളാണ്. നിരണത്തിന്റെ ചരിത്ര പഠനവും കണ്ണശ കൃതികളുടെ പ്രചരണവും ലക്ഷ്യമാക്കി കണ്ണശ കവിതകളുടെ ജന്മനാട്ടിൽ വലിയൊരു സാംസ്കാരിക കൂട്ടായ്മ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. കടപ്ര തൃക്കപാലീശ്വര ദക്ഷിണാമൂർത്തിയുടെ സന്നിധിയിലിരുന്നാണ് കണ്ണശ കവികൾ കണ്ണശ രാമായണം ഉൾപ്പെടെയുള്ള കൃതികൾ രചിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. 14ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടതായി കരുതപ്പെടുന്ന കണ്ണശ രാമായണം മലയാള ഭാഷയുടെ ആദ്യ രൂപത്തിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്. ദേവനാഗരിയുടെ ഗാംഭീര്യമല്ല, മറിച്ച് തമിഴ് ഭാഷയുടെ ആലാപന മാധുര്യമാണ് കണ്ണശ രാമായണത്തെ വേറിട്ടതാക്കുന്നത്. മലയാളത്തിലെ ആദ്യ സമ്പൂർണ്ണ രാമായണം തർജ്ജിമയും കണ്ണശ രാമായണമാണെന്നാണ് കരുതപ്പെടുന്നത്. കണ്ണശ രാമായണം കൂടാതെ ഭാരതമാല, ഭാഷാ ഭഗവത്ഗീത എന്നീ കൃതികളും കണ്ണശ കവികളുടേതായിട്ടുണ്ട്. മലയാള ഭാഷയുടെ വികാസ പരിണാമങ്ങളിൽ സുപ്രധാനങ്ങളായ നാഴികക്കല്ലുകളാണ് കണ്ണശ കവികളെന്ന് കണ്ണശ സ്മാരക ഗ്രന്ഥശാല പ്രസിഡന്റും തുരുത്തിക്കാട് BAM കോളേജ് മുൻ പ്രിൻസിപ്പലും കൂടിയായ ഡോക്ടർ വർഗീസ് മാത്യു പറഞ്ഞു. പ്രസിദ്ധമായ ഒരു കൃതിയാണ്. മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ രാമായണമാണ് കണ്ണശ രാമായണം. ആനന്ദാമൃത സാരമരൂപം അശേഷ ജഗത് പരിപൂർണവുമായി താൻ അന്തവും ആദിയുമില്ലാതെ ചരാചര ഭൂത നിധാന സ്വരൂപം അരുമാമറയും മുതലായൊരു നാളും ദീനം വരാതൊരു പരാപര ദിവ്യാത്മാനം വന്ദിക്കുന്ന എന്നുള്ള പരമാത്മ വന്ദന സ്നേഹത്തോടു കൂടിയാണ് കണ്ണശ രാമായണം ആരംഭിക്കുന്നത്. മലയാള ഭാഷയുടെ ഉത്ഭവത്തിലേക്ക് വെളിച്ചം വീശുന്ന കണ്ണശ കൃതികളുടെ പ്രചാരണത്തിനായി കണ്ണശ സ്മാരക ഗ്രന്ഥശാല സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് നിരവധി സെമിനാറുകളും സംഘടിപ്പിച്ചു വരുന്നുണ്ട്. തിരുവല്ലയിലെ ഒരു വീട്ടിലെ താളിയോലയിൽ നിന്നും കണ്ടെടുത്ത കണ്ണശ രാമായണം പിന്നീട് ഭാഷാപോഷിണി പ്രസിദ്ധീകരിക്കുകയായിരുന്നു. പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിച്ച ശേഷം രാമായണ മാസാചരണ കാലത്ത് നിരണം തൃക്കപാലീശ്വര ക്ഷേത്രത്തിൽ കണ്ണശ രാമായണമാണ് പാരായണം ചെയ്തു വരുന്നതെന്ന് ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് ഹരികൃഷ്ണൻ S. പിള്ള പറഞ്ഞു. ഇവിടെയൊക്കെയുള്ള ഹൈന്ദവ ഭവനങ്ങളിലും ഈ രാമായണം നമ്മുടെ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ ഒരു ടീമായിട്ട് പോയി വായിക്കുന്ന ഒരു പതിവ് ഏറെക്കാലമായി ഇവിടെയുണ്ട്. ഇവിടെ മിക്കവാറും എല്ലാ വീടുകളിലും കണ്ണശ രാമായണം തന്നെ ഞങ്ങൾ വിപണനം ചെയ്ത് എല്ലാ വീടുകളിലും എത്തിച്ചു. നിരണത്തെ വീടുകളിലും ഇക്കാലത്ത് കണ്ണശ രാമായണ പാരായണം പതിവാണ്. DD ന്യൂസ്, പത്തനംതിട്ട.